മിനിഞ്ഞാന്ന് ചിലർക്ക് നല്ല സന്തോഷമായിരുന്നു. സന്തോഷം കൂടി 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 റോഡിൽ കൂടെ നമുക്ക് വണ്ടി പോലും ഓടിക്കാൻ പറ്റത്തില്ലായിരുന്നു. എന്തോ ഒരു വിനയമായിട്ടാ ചില സ്ഥലത്ത് ആൾക്കാർ ലൈനായിട്ട് നിൽക്കുന്നേ, സന്തോഷം വരുത്താനാ. ഗവൺമെന്റും അതിന് അനുകൂലമാണ്. അത് അങ്ങനെയായാലും കുറെ പേർക്ക് സന്തോഷം വരട്ടെ. മനസ്സിലായി കാണും. എന്നെ കേൾക്കുന്ന സ്നേഹിത, മദ്യം നിനക്ക് സന്തോഷം വരത്തില്ല. മദ്യം നിന്നെയും നിന്റെ കുടുംബത്തെ നശിപ്പിക്കും. സ്തോത്രം. അത് മാത്രമല്ല, മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല. സ്തോത്രം, സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? മദ്യം നിനക്ക് സന്തോഷം തരത്തില്ല, നിന്നെയും നിന്റെ കുടുംബത്തെയും നശിപ്പിക്കും. അതിന്റെ പുസ്തകത്തിലേക്കുന്ന ആർക്ക് കഷ്ടം, ആർക്ക് സങ്കടം, ആർക്ക് കൺചുമപ്പ്, ആവലാതി, ആർക്കാ? മദ്യം ആർക്കാന്ന്? സ്തോത്രം. പണ്ട് ആശാരിപദേശി പാടുന്ന ഒരു പാട്ടുണ്ട്. അതിൻ്റെ എല്ലാ വരികളും ചിലർക്ക് ഇഷ്ടപ്പെടുകയില്ല. എന്നിരുന്നാലും ഒന്ന് രണ്ട് പ്രയോഗം നല്ലതാണ്. കള്ളടിച്ചു പള്ളം വീർത്ത് കാച്ചില്ലാതെ റോഡു നീൾ തെരുവ് തണ്ടി തിരയുമതും ശരിയോ തെറ്റോ. കള്ളടിച്ചു പള്ള വീർത്തു കാച്ചില്ലാതെ റോഡു നീൾ തെരുവ് തണ്ടി തിരയുമതും ശരിയോ തെറ്റോ. വേല ചെയ്തു വിയർപ്പൊഴുക്കി കൂലി ചോദിച്ചാലുടനെ പോകണമെന്നോതുവതും ശരിയോ തെറ്റോ. ജോലി ചെയ്ത് വിയർപ്പൊഴുക്കി കൂലി ചോദിച്ചാലുടനെ പോകണമെന്നോതുവതും ശരിയോ തെറ്റോ. ഇത് ശരിയോ തെറ്റോ. പള്ള വീർത്ത് കാച്ചില്ലാതെ റോഡു നീൾ തെരുവ് തണ്ടി തിരയുവതു ശരിയോ തെറ്റോ. പ്രേമമെന്ന പേര് ചൊല്ലി മാനമുള്ള പെണ്ണുങ്ങളെ പെരുവഴിയിൽ അതും ശരിയോ തെറ്റോ. ഇത് ശരിയോ തെറ്റോ. അപ്പൊ ശ്രദ്ധിക്കുക, യേശുക്രിസ്തുവിന്റെ അടുക്കൽ അമ്മ വരാൻ കാരണം അവിടുന്ന് മഹാസന്തോഷത്തിന്റെ ഉറവിടമാണ്. അപ്പോൾ ഓർപ്പിച്ചല്ലോ, മദ്യം മനുഷ്യന് സന്തോഷം തരത്തില്ല. അതാണ് സദൃശവാക്യത്തിൽ കൊടുത്തിരിക്കുന്നത്. ആർക്ക് കഷ്ടം, ആർക്ക് ആവലാതി, ആർക്ക് കൺചുമപ്പ്, ആർക്ക് അനാവശ്യമായ മുറിവ്. മുറിവ് വായിച്ചേ. 23-ാം അധ്യായത്തിന്റെ 29 മുതൽ വായിച്ചേ. ആർക്ക് കഷ്ടം, ആർക്ക് കഷ്ടം, ആർക്ക് സങ്കടം, ആർക്ക് സങ്കടം, ആർക്ക് കലഹം, ആർക്ക് കലഹം, ആർക്ക് ആവലാതി, ആവലാതി, ആർക്ക് അനാവശ്യമായ മുറിവുകൾ, അനാവശ്യമായ മുറിവുകൾ, ആർക്ക് കൺചുവപ്പ്. അപ്പൊ ഇത് കഷ്ടം, സങ്കടം, കലഹം, ആവലാതി, അനാവശ്യമായ മുറിവ്, കൺചുമപ്പ്. 5-6 കൂട്ടം കാര്യമാ. ആർക്കാണെന്നറിയാവോ? അതിന്റെ ആളിന്റെ പ്രകൃതിയും പേരും താഴെ ഉണ്ട്. വായില് വീഞ്ഞു കുടിച്ചുകൊണ്ട് നേരം വൈകിക്കുന്നവർക്കും, വീഞ്ഞ് കുടിച്ചുകൊണ്ട് നേരം വൈകിക്കുന്നവർക്കും, മദ്യം രുചിച്ചു നോക്കുവാൻ പോകുന്നവർക്കും തന്നെ. പോകുന്നവർ കണ്ണ് കിള്ളി പൊളിച്ച ഉടനെ നീ നേരെ നമ്മുടെ സ്ഥലത്തിന്റെ പേരിനെ മേടിക്കാൻ പോകുന്ന ബിവറേജ്. നിന്റെ ആ കണ്ണും നോട്ടം കാണുമ്പോൾ അറിയാം നീ
കഴിഞ്ഞ ആഴ്ചയും പോയച്ചാ സ്തോത്രം. അപ്പൊ ഈ കഷ്ടം, സങ്കടം, കലഹം, ആവലാതി, അനാവശ്യമായ മുറിവുകൾ, കൺചുമപ്പ്, അത് വീഞ്ഞു കുടിച്ചുകൊണ്ട് നേരം വൈകിക്കുന്നവർക്കും മദ്യം രുചി നോക്കുവാൻ പോകുന്നവർക്കും തന്നെ. അടുത്തത്, വീഞ്ഞ് ചുവന്ന പാത്രത്തിൽ തിളങ്ങുന്നതും, വീഞ്ഞ് ചുവന്ന് പാത്രത്തിൽ തിളങ്ങുന്നതും രസമായി ഇറക്കുന്നു നീ നോക്ക. കണ്ടോ, വീഞ്ഞ് ചുവന്ന് പാത്രത്തിൽ തിളങ്ങുന്നതും രസമായി ഇറക്കുന്നു നീ നോക്കരുത്. നീ നോക്കി നിൽക്കുക പോലും അരുതെന്ന. ഒടുക്കം അത് സർപ്പം പോലെ കടിക്കും. എന്നാലും നീ അതിന്റെ വാതിലൊക്കെ പോയി ഇങ്ങനെ നോക്കി നിൽക്കുക. കലിങ്ക കയറിയിരിക്കുക, ആരൊക്കെയാ മേടിച്ചോണ്ട് പോകുന്നെന്ന്. എന്നിട്ട് അവനെ ഷൂള പഠിച്ചേക്കും. എങ്ങനുണ്ട്? അത് നോക്കുക പോലും അരുതെന്ന. ഒന്നുകൂടെ ആ വാക്യം വായിച്ചേ. വീഞ്ഞ് ചുവന്ന് വീഞ്ഞ് ചുവന്ന് പാത്രത്തിൽ തിളങ്ങുന്നതും രസമാ. മൈക്കിൽ കൂടെ വായിക്കേ. ഞാൻ തന്നെ വായിക്കാം. ഞാനാന്നല്ലേ ഇതെല്ലാം ഒപ്പിച്ചത്. വീഞ്ഞ് ചുവന്ന് പാത്രത്തിൽ തിളങ്ങുന്നതും രസമായി ഇറക്കുന്നതും നീ നോക്കരുത്. ഒടുക്കം അത് സർപ്പം പോലെ നിന്നെ കടിക്കും. സർപ്പം പോലെ നിന്നെ കടിക്കും. പിന്നെ അണലി പോലെ കൊത്തും. അണലി പോലെ നിന്നെ കൊത്തും. നിന്നെ കൊത്തും, നിന്റെ കുടുംബത്തെ മുഴുവൻ കുത്തും. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ വിഷയത്തിൽ നീ വിടുതലെടുക്കണം. കൊത്തും. അടുത്തത്, നിന്റെ കണ്ണ് പരസ്ത്രീകളെ നോക്കും. നിന്റെ കണ്ണ് പരസ്ത്രീകളെ നോക്കും. അടിച്ച് കിറുകി കഴിയുമ്പോ പിന്നെ നീ വീട്ടിലുള്ള നിന്റെ പെമ്പിളെ നോക്കുകയല്ല, അങ്ങേപ്പുറത്തെ ഏലിക്കുട്ടിയെ നോക്കും. ഇതകത്ത് എന്നാ ഇങ്ങനാന്ന്. റോഡിന് വീതി ഉള്ളതുപോലെ തോന്നും. പണ്ടൊക്കെ ഇതിന്റെ പേരുണ്ടായിരുന്നു, ഇപ്പൊ അങ്ങനത്തെ പേരില്ല. പോസ്റ്റേ കയറി. കാരണം ഇത് കുടിച്ചു കഴിഞ്ഞാൽ വേറെയൊക്കെ പേരുണ്ടായിരുന്നു. ആനയെ മയക്കി. ചില സാധനം അടിച്ചാൽ അവൻ മയങ്ങി കിറങ്ങി അവിടെ കിടക്കുക. 2-3 ദിവസം കഴിഞ്ഞ് നിങ്ങളെല്ലാം പരിശുദ്ധരാ, ഒന്നും അറിയാൻ മേല. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഇത് ചുവന്ന പാത്രത്തിൽ തിളങ്ങുന്നതും രുചിക്കുന്നതും ഒന്നും നീ കാണരുത്, നോക്കരുത്. ഒടുവിൽ അണലി പോലെ നിന്നെ കൊത്തും. സ്തോത്രം. നിന്റെ കണ്ണ് പരസ്ത്രീകളെ നോക്കും. പിന്നെ നിന്റെ ഹൃദയം വക്രത പറയും. ഇത് കിട്ടാൻ വേണ്ടി വക്രത പറയും. ചില പറയും, ചേട്ടാ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് 2 ദിവസമായി, എനിക്ക് എന്തേലും വക്രത കണ്ടോ? മനസാക്ഷിയുള്ളവനാണ്. അയ്യോ 2 ദിവസമായിട്ട് ആ ചെറുപ്പക്കാരൻ ഭക്ഷണം കഴിക്കാതെ നടക്കുക. ഒന്ന കീശൊക്കെ ഇട്ട് 200 രൂപ. നമ്മൾ നോക്കി നിൽക്കുമ്പോൾ നമ്മൾ തിരിഞ്ഞ് വേറെ കടയിൽ നിന്ന് സാധനം മേടിച്ച് തിരിഞ്ഞു വരുമ്പോൾ അവൻ കിറിയും തൂത്തോണ്ട് വരുന്നു. വക്രത. അടുത്ത കാലത്ത് ഒരാൾ വന്ന് പറഞ്ഞു, എൻ്റെ ഭാര്യ അഡ്മിറ്റാ, എന്തേലും തരാൻ. വക്രതയാ. വേറൊരാൾ പറഞ്ഞു, കൊടുക്കരുത്, അവന് കുടിക്കാനാന്ന്. വക്രത കണ്ടോ? ഇപ്പൊ എനിക്ക് കളിപ്പീര് പറ്റിയത് കൊണ്ട് ഇപ്പൊ ഞാൻ പറയും, വിശന്നാ വരുന്നപ്പോഴേ അണ്ട ഹോട്ടലിലോട്ട് കയറി ആവശ്യത്തിന് മേടിച്ച് കഴിച്ചോണം. ഇഷ്ടംപോലെ. ഞാൻ ഈയിടെ രാവിലെ വീടിന്റെ വാതിൽ കയറുന്നപ്പോൾ ഒരച്ചായൻ, പുള്ളി ഇന്നാളൊന്ന് വന്നതാ, ഈ അടുത്ത സമയത്ത് വന്നു. ഭാര്യയ്ക്ക് സീരിയസ് ആണ്. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യ്, എൻ്റെ കൂടെ വാ, നമുക്ക് എവിടാന്ന് ചോദിച്ചു. മെഡിക്കൽ കോളേജ്, വണ്ടിയിലോട്ട് കയറിക്കോ, നമുക്ക് പോയേക്കാന്ന് പറഞ്ഞു. വെട്ടിനകത്തായി. പുള്ളി അത്ര ഓർത്തില്ല. ഞാൻ പറഞ്ഞു, വണ്ടിയിലോട്ട് കയറിക്കോ, നമുക്ക് പോകാം, ഞാനിവിടെ വന്നൊന്ന് കണ്ട് പ്രാർത്ഥിക്കാം. അയ്യോ, അവക്ക് പ്രാർത്ഥന ഇഷ്ടമല്ലെന്ന്. സീരിയസ് ആയിട്ടോ? അയക്ക് രാവിലെ 7:30 ആയപ്പോ കിളികിലാന്ന് വെറുക്കുന്നത്. അപ്പൊ ആരാണ്ട് പറഞ്ഞു കൊടുത്താണ്ട് അവിടെ ഒരു വെള്ളം ഇട്ടൊരു ഉപദേശമുണ്ട്, എല്ലിയാണ്. ഇയാള് പണ്ടെന്നെ ഒന്ന് കളിപ്പിച്ചതാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വണ്ടിയിലോട്ട് കയറിക്കോ, നമുക്ക് പെട്ടെന്ന്. വക്രത. ഈ അടുത്ത സമയത്ത് പുള്ളി അവിടെ വന്നപ്പോ ഞാൻ വാതിൽ കയറുമ്പോൾ പെട്ടെന്ന് കൊണ്ട് തിരിഞ്ഞങ്ങ് പോയി. വക്രതയാണ്. അപ്പൊ ഇത് വക്രത പറയും. അടുത്ത വാക്യം വായിച്ചത് വക്രത
എത്ര മാക്കി വന്നോ? ഞാനല്ലേ മുമ്പ് അങ്ങോട്ട് പറഞ്ഞത് 23-ന്റെ 29 മുതൽ താഴോട്ടാണ്. പിന്നെ എന്നോട് എത്രയാന്ന് ചോദിച്ചത്? അതോ അടിച്ചു കിറങ്ങിയിരിക്കുകയാണോ? 33-ാം വാക്യം വായിച്ചേ. നിന്റെ കണ്ണ് പരസ്ത്രീകളെ നോക്കും. നിന്റെ കണ്ണ് പരസ്ത്രീകളെ നോക്കും. പിന്നെ നിന്റെ ഹൃദയം വക്രത പറയും. നിന്റെ ഹൃദയം വക്രത പറയും. ഇത് കിട്ടാൻ വേണ്ടി എന്ത് സൂത്രം നീ പറയും? അടുത്തത് വായിച്ചാ മാമേ. നീ നടുക്കടലിൽ ശയിക്കുന്നവനെ പോലെയും പാമരത്തിന്റെ മുകളിൽ ഉറങ്ങുന്നവനെ പോലെയും ആകും. അടുത്തത്, അവർ എന്നെ അടിച്ചു. അയ്യോ, അവരെന്നെ അടിച്ചു, എനിക്ക് നൊന്തില്ല. അവർ എന്നെ തല്ലി, ഞാൻ അറിഞ്ഞതുമില്ല. ഞാൻ എപ്പോൾ ഉണരും? ഞാൻ ഇനി അത് തന്നെ തേടൂ എന്ന് പറയും. ഇനിയിപ്പോ നിന്നെ പറ്റി എന്നാ പറയാനാ? സ്തോത്രം. ഇന്ന് രാത്രി മദ്യപാനത്തിന്റെ പിടിയിൽ അകപ്പെട്ട നിനക്ക് വിടുതൽ തരുവാൻ കഴിവുള്ള ഒരുവനേ ഉള്ളൂ, നസറായനാകുന്ന യേശു ക്രിസ്തു. ഇന്ന് രാത്രി അവിടുത്തെ പാദപീഠത്തിൽ നീ സമർപ്പിച്ചാൽ പലർക്കും ആഗ്രഹമുണ്ട് ഇത് നിർത്തണം, ഇത് ഉപേക്ഷിക്കണം, ഇത് വർദ്ധിക്കണം, പക്ഷേ സാധിക്കുന്നില്ല. ആ ഒരു ശക്തി നിന്നെ വീണ്ടും വീണ്ടും ഇതിലേക്ക് കൊണ്ടുപോകുന്നെങ്കിൽ ഇന്ന് രാത്രി അങ്ങനെയുള്ള സാത്താന്യ ശക്തിയെ തകർക്കുന്ന ദൈവശക്തിക്ക് നീ വശംവദപ്പെട്ട് കൊടുക്ക്. യേശു നിന്നെ രക്ഷിക്കും. അപ്പോൾ മദ്യം നിനക്ക് സന്തോഷം തരികയില്ല. അതുകൊണ്ട് മദ്യത്തിന്റെ പുറകെ ഇനിയും പോകരുത്. സ്തോത്രം. നീ ആ മദ്യത്തിന് ചെലവാക്കുന്ന കാശ് അത് നിന്റെ വീട്ടിലൊന്ന് ഉപയോഗിച്ചേ. മോനോ മോക്കോ ഒരു ജോഡി ഡ്രസ്സും മേടിച്ച്, സാരി ആന്നെ ഒരു സാരി മേടിച്ച് കൊടുത്ത്, വീട്ടിൽ കടിക്കാനുള്ളതെല്ലാം മേടിച്ച്, നിനക്ക് ഒരു നല്ല ഷർട്ടുമൊക്കെ എടുത്ത്, ഇതിന്റെ കാശ് മതിയല്ലോ. മാത്രമല്ല നിനക്ക് പെൺപിള്ളേരാണെങ്കിൽ ആ മദ്യത്തിന് ചെലവാക്കുന്ന പൈസ അതങ്ങ് നിർത്തിയിട്ട് അത് ഒന്ന് ബാങ്കിൽ ഇടുകയോ അല്ലെ സൂക്ഷിച്ചു വെക്കുകയോ ചെയ്താൽ, പെണ്ണ് പ്രായമായി വരുമ്പോ നീ ആരോടും തെണ്ടേണ്ടത് വരികയല്ല. മനസ്സിലായോ? അല്ലെ നീ പറയും കുണ്ണൂസിലൊന്ന് എഴുതടി. നീ അല്ലേ സഭയിൽ പോകുന്നത്, നീ എഴുത്. നിങ്ങളുടെ ബെന്തിക്കോസുകാർ ഏതാണ്ടൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. മനസ്സിലാകുന്നില്ല. മദ്യം നിനക്ക് സന്തോഷം തരികയല്ല. ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി പരമസന്തോഷത്തിന്റെ ഉറവിടമാണ് യേശു ക്രിസ്തു. ദൈവത്തിന് മഹത്വം. അപ്പോൾ സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം അത് ഭൂതന്മാര് ഈ ആട്ടിടയന്മാരോട് പറഞ്ഞു. ഈ വസ്തുത ആട്ടിടയന്മാർ വന്ന് അവൻ മറിയത്തോടും യൗസേപ്പിനോടും പറഞ്ഞു. ആ കാര്യവും മറിയം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഏത് കാര്യം? അവൻ ഇവിടെ വന്നിരിക്കുന്ന അവിടുന്ന് എൻ്റെ മകനാണെങ്കിലും അവിടുന്ന് മഹാ സന്തോഷം കൊടുക്കാൻ കഴിവുള്ളവനാ. ജീവിതത്തിന്റെ നിരാശ മാറണമെങ്കിൽ, തകർച്ച മാറണമെങ്കിൽ, പാളിച്ചകൾ മാറണമെങ്കിൽ സന്തോഷത്തിന്റെ ഉറവിടമാകുന്ന യേശു ക്രിസ്തുവിലേക്ക് വരിക. ദൈവത്തിന്റെ രാജ്യം ഭക്ഷണവും പാനീയമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷം. ഈ സന്തോഷം ദൈവമക്കൾക്കേ ഉള്ളൂ. ദൈവമക്കളെന്ന് ഞാൻ ഉദ്ദേശിച്ച പെന്തിക്കോസുകാരുടെ കാര്യമല്ല. നിങ്ങളവർക്കൊരു പെന്തിക്കോസുകാരാണ്. പെന്തിക്കോസിൽ എല്ലാവർക്കും ഒന്നും സന്തോഷമില്ല. ഇരിക്കുന്ന കണ്ടില്ലേ? സന്തോഷമൊന്നുമില്ല. പിന്നെ ആർക്കാ സന്തോഷം? പറയാം. രക്ഷിക്കപ്പെട്ട് വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് തിരുമേശയെടുത്ത് വേർപാട് പാലിച്ച് അനുദിന ജീവിതത്തിൽ മാനസാന്തരപ്പെട്ട് കൂട്ടായ്മ ആചരിച്ച് പ്രാർത്ഥന കഴിച്ച്, മനസ്സിലാകുന്നുണ്ടോ? അവരവരാലാവും വിധം വിശ്വസ്തയോടെ നിൽക്കുന്ന ദൈവമക്കൾക്കാണ് സന്തോഷം. ആമേൻ. മനസ്സിലായി കാണും. എല്ലാവർക്കും ഒന്നും ആ സന്തോഷം കിട്ടത്തില്ല. ഈ വിധത്തിൽ നിലനിൽക്കുന്ന ദൈവമക്കൾക്ക് സന്തോഷമാണ്. അവർക്ക് എന്നും സന്തോഷമാണ്.
അവരുടെ സന്തോഷം എപ്രകാരമാണ്? സങ്കീർത്തനക്കാരൻ ഒരു പ്രയോഗം പറഞ്ഞിട്ടുണ്ട്. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ തന്നിരിക്കുക. ഹബക്കൂക്ക് പറഞ്ഞു, കന്നുകാലികൾ ഗോശാലകളിൽ കണ്ടെന്ന് വരികയല്ല, അത്തിവൃക്ഷം തളർത്തെന്ന് വരികയല്ല, മുന്തിരിയിൽ ഫലം കണ്ടെന്ന് വരികയല്ല, പക്ഷെ ഞാൻ യഹോവയിൽ ആനന്ദിക്കും. യഹോവയാകുന്ന യാഗന്റെ ബലമാ ആത്മിക സന്തോഷം യേശുക്രിസ്തുവിൽ കൂടി മാത്രമാണ്. അത് അനുഭവിച്ച പൗലോസ് പറയുക, സന്തോഷിപ്പീൻ, കർത്താവിൽ സന്തോഷിപ്പീൻ, പിന്നെയും സന്തോഷിപ്പീൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാ. ഇന്ന് രാത്രി പൂർണ്ണ സന്തോഷം വേണമെങ്കിൽ അത് യേശുവിന്റെ മൂത്താമ്പാക്കലെ ഉപദേശി പാടിയ ഒരു പാട്ടുണ്ട്. ഈ ഭൂമിയിൽ ഇത്രയും സന്തോഷമുണ്ടെങ്കിൽ സ്വർഗത്തിൽ എത്രയോ ആനന്ദമേ. ഈ ഭൂമിയിൽ ഇത്രയോ സന്തോഷമുണ്ടെങ്കിൽ സ്വർഗത്തിൽ എത്രയോ ആനന്ദമേ. ഓ മാതാവിൻ മക്കളിൽ ബന്ധുക്കളിൽ പോലും കാണാവാതല്ലാത്തൊരാനന്ദമേ. മാതാവിൻ മക്കളിൽ ബന്ധുക്കളിൽ പോലും കാണാവതല്ലാത്തോ. ഓ ഈ മൺശരീരം ഉടയുന്ന നേരത്ത് വിൺശരീരം നമുക്കേകിടുമേ. ഈ മൺശരീരം ഉടയുന്ന നേരത്ത് വിൺശരീരം നമുക്ക് ആനന്ദം ആനന്ദം ആനന്ദമേ. ബഹു സന്തോഷം നൽകുന്നു ആനന്ദമേ. ആനന്ദം ആനന്ദം ആനന്ദമേ. ഓ എപ്പോഴും സന്തോഷം സന്തോഷം നൽകുന്ന ആനന്ദമേ, പരമാനന്ദമേ. എപ്പോഴും സന്തോഷം സന്തോഷം നൽകുന്ന ആനന്ദമേ, പരമാനന്ദമേ. ഒരു സന്തോഷമില്ലാതാ പാടിയത്, ഞാൻ കണ്ടു. ഒരു സന്തോഷമില്ല. വലിയ പിടികുടിക്കകത്ത് വീണതുപോലെ പാടുന്നത്. എപ്പോഴും സന്തോഷം സന്തോഷം. ഈ ഭൂമിയിൽ പൂർണ്ണ ആനന്ദമുള്ളത് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്കാണ്. ആ സന്തോഷം യേശുക്രിസ്തുവിൽ കൂടി മാത്രമാണ്. അപ്പോൾ മറിയം ഈ പ്രശ്നത്തിന്റെ നടുവിൽ യേശുവിന്റെ അടുക്കൽ വരാൻ കാരണം അവിടുന്ന് ആരാണെന്ന് അമ്മയ്ക്ക് നല്ല ഉറപ്പുണ്ട്. സ്തോത്രം. ഒന്ന്, അവിടുന്ന് രക്ഷിതാവാ. സ്തോത്രം. രണ്ട്, അവിടുന്ന് സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമാണ്. ഈ കാര്യങ്ങളാ ആട്ടിടയന്മാര് വന്ന് ആമൻ മറിയത്തോട് പറഞ്ഞു. അത് മുഴുവൻ മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. സ്തോത്രം. ആട്ടിടയർ കൂട്ടമായി വന്ന നേരം കീർത്തുശീലയിൽ കിടന്ന യേശുദേവാ. ആട്ടിടയർ കൂട്ടമായി വന്ന നേരം കീർത്തുശീലയിൽ കിടന്ന യേശുദേവാ. പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ, ഇഷ്ടമാകിടപ്പും കണ്ടു ഞാൻ നമിക്കുന്നേ സിയോൻ മണവാളനെ. ശ്രീനരപതിയേ സിയോൻ മണവാളനെ. ശ്രീനരപതിയേ സിയോൻ മണവാളനെ. ശ്രീനരപതിയേ സിയോൻ മണവാളനെ. നാശപാത്രമായ ലോകം ആകെയുദ്ധരിപ്പതിന് കന്യകയിൽ ജാതനായി വന്ന ശ്രീനരപതിയേ സിയോൻ മണവാളനെ. ശ്രീനരപതിയേ സിയോൻ മണവാളനെ. ശ്രീനരപതിയേ സിയോൻ മണവാളനെ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. അപ്പം മറിയ ഈ വാർത്തയൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഒന്ന്, 6-ാം മാസത്തിൽ ഗബ്രിയേൽ മാലാഖ വന്ന് പറഞ്ഞ കാര്യം മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അവൻ രക്ഷിതാവാണ്. ആ സന്ദർഭത്തിൽ യേശുക്രിസ്തുവിന്റെ തിരുപ്പറവയോടുള്ള ബന്ധത്തിൽ ആട്ടിടയന്മാർ വന്ന് പറഞ്ഞ കാര്യവും മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അവിടുന്ന് നിത്യ സന്തോഷമാണ്. 3,
ആ വിദ്വാൻമാര് വന്ന് പറഞ്ഞ കാര്യവും മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അത് 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ള തിരുവെഴുത്തുകൾ, ലൂക്കോസ് 2:1 മുതൽ 11 വരെയുള്ള തിരുവെഴുത്തുകൾ പഠിക്കുമ്പോൾ വിദ്വാൻമാര് വന്ന് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതും മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. എന്തുവാ ഈ വിദ്വാൻമാര് വന്ന് പറഞ്ഞത്? ആ വിദ്വാൻമാര് പറഞ്ഞ കാര്യങ്ങള് പല കാര്യങ്ങളുണ്ട്. 1-2 കാര്യം ആ പറഞ്ഞത്. ഒന്ന്, ഈ കിടക്കുന്ന ശിശു അല്ലെങ്കിൽ ഈ കാണുന്ന ശിശു യഹൂദന്മാരുടെ രാജാവാ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു വ്യക്തിയല്ല. യേശു അവിടുന്ന് രാജാതിരാജാവാ. ഈ കാര്യം മറിയ ഹൃദയത്തിൽ സംഗ്രഹിക്കുക. അതല്ലേ വിദ്വാൻമാർ വന്ന് ചോദിക്കുക, ആ ഹെരോദാവിനോട് യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? വായിച്ച 2:1. മൈക്ക് കൂടെ വായിക്കും. ആ കാലത്തെ ലോകമൊക്കെയും പേർ വഴി ചാർത്തേണമെന്ന് ഔഗുസ്തസ് കൈസരുടെ ഒരു ആജ്ഞ പുറപ്പെട്ടു. എന്നാ കൈസരാ? ഔഗുസ്തസ്. ഒന്നുകൂടെ വായിച്ചു. ആ കാലത്ത് ലോകമൊക്കെയും പേർ വഴി ചാർത്തേണമെന്ന് ഔഗുസ്തോസ് കൈസരുടെ ഒരാജ്ഞ പുറപ്പെട്ടു. കുറന്യസ് സൂര്യനാട് വാഴുമ്പോൾ ഈ 1-ാമത്തെ ചാർത്തലുണ്ടായി. എല്ലാവരും ചാർത്തപ്പെടേണ്ടതിന്. നിങ്ങൾ മത്തായി സുവിശേഷം ഇതിനോട് ചേർത്ത് 2-ാം അധ്യായത്തിന്റെ 1-2 വാക്യവും കൂടെ മൈക്ക് കൊണ്ടെന്ന് വായിച്ചേ. ഹെരോദ രാജാവിന്റെ കാലത്ത് യേശു യഹൂദയിലെ ബെത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്കുനിന്ന് വിദ്വാൻമാർ യെരൂശലേമിലെത്തി യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? വിദ്വാൻമാര് വന്ന് ഹെരോദാവിന്റെ പാലസിൽ കയറി ഹെരോദാവിനോട് നേരിടുക, രാജാവായിട്ട് പിറന്നവൻ. ഞാനൊരു എളിയ ചിന്ത പറയാം, നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും. എന്നാലും രാജാവ് അന്തം വിട്ട് കാണും. ഞാനറിയാതെ കൊട്ടാരത്തിൽ, ചുരുക്കി പറഞ്ഞാൽ കുടുംബകലകം ഉണ്ടാകാതിരിക്കുന്നത് വളരെ നന്ന്. അയാൾ അന്തം വിട്ടുപോയി കാണും. ഞാനറിയാതെ കൊട്ടാരത്തിൽ രാജാവായിട്ട് പറന്നെന്നോ. പിന്നെ അയാള് കുറച്ച് കൂർമ്മബുദ്ധിക്കാരനാ. ആട്ടെ, നമുക്ക് ആ ഭാഗം അങ്ങ് വിട്ടേക്കാം. അപ്പോൾ ഈ വിദ്വാൻമാര് വന്ന് ഈ കാര്യങ്ങളെല്ലാം മറിയത്തോട് പറഞ്ഞു. അതിൽ 1-ാമത്തെ കാര്യമാണ്, അമ്മയോട് പറഞ്ഞു കാണും, അമ്മേ, ഈ കിടക്കുന്ന കുഞ്ഞ് അല്ലെങ്കിൽ ഈ ശിശു ഒരു സാധാരണ ശിശുവല്ല, അവിടുന്ന് രാജാതിരാജാവാ. ആ കാര്യം മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ദൈവത്തിന്റെ മഹത്വം. അതാ പ്രശ്നം വന്നപ്പോൾ യേശുവിന്റെ അടുക്ക വന്നത്. അവിടുന്ന് മാത്രമാ രാജാതിരാജാവ്. ഇനി ഒരു കാര്യം കൂടെ കേറ്റി പറയാ, അവിടുന്ന് ഒരു ഭരണം നടത്താൻ വരുന്നുണ്ട്. അന്ന് ശരിയായ ഭരണമാകും. ശരിയാക്കും എന്നൊക്കെ പലരും പറയും. ശരിയാകത്തില്ലെന്ന് ഞാൻ തറപ്പിച്ചും പറയാ. ശരിയാകുന്നില്ലെന്ന് കണ്ടോണ്ടിരിക്കുകയല്ലേ. ശരിയായിട്ടൊരു ഭരണം ഇവിടെ ഈ ഭൂമിയിൽ ആര് ഭരിച്ചാലും ഇനി ശരിയാകത്തില്ല. ശരിയായ നിലയിൽ ഒരു ഭരണം നടത്തുവാൻ രാജാവാകുന്ന ഒരുവൻ വെളിപ്പെടാനുണ്ട്. വേട്ടമല പാടിയ ഒരു പാട്ടിന്റെ വരി എപ്പോഴും പാടുന്നതാ. ആ പാട്ടിന്റെ വരി ഇതാ: ഇതുവരെ ഭരിച്ചവരിൽ നിന്നും സ്വർഗസ്ഥനേറ്റെടുക്കും, ഇതുവരെ ഭരിച്ചവരിൽ നിന്നും സ്വർഗസ്ഥനേറ്റെടുക്കും, ഈ ലോകത്തെ ഭരിച്ചിടുവാൻ ശാലേമിൻ രാജാതിരാജൻ വരും. ഈ ലോകത്തെ ഭരിച്ചിടുവാൻ ശാലേമിൻ രാജാതിരാജൻ വരും. ഇസങ്ങളി പാരിലില്ല, ഈശനി പാരിടം ഭരിച്ചിടുമ്പോൾ. ഇസങ്ങളി പാരിലില്ല, ഈശനി പാരിടം ഭരിച്ചിടുമ്പോൾ. കരമുയർത്ത് ദൈവത്തെ സ്തുതിച്ചേ. എനിക്ക് മൈക്ക് അങ്ങോട്ടും എന്തോ പറ്റി.
മൈക്കിൻ്റെ അല്ല, എനിക്ക് ഒത്തിരി അങ്ങ് സ്ട്രെയിൻ ചെയ്യാണ്ട് വരും, തൊണ്ട അങ്ങ് പോകുന്നു. ആട്ടെ, ചില കാര്യം കൊണ്ട് ശാന്തമായിട്ട് ചിന്തിക്കാം. സ്തോത്രം. ഇതൊന്ന് നോക്കട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, വിദ്വാൻമാര് വന്ന് പറഞ്ഞ കാര്യം അതില് ഒന്ന്, അവിടുന്ന് രാജാതിരാജാവ്. സ്തോത്രം. അത് മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. രണ്ട്, വിദ്വാൻമാര് വന്ന് പറഞ്ഞ കാര്യം അത് രണ്ടാമത് ഇങ്ങനെ ചിന്തിക്കുന്ന നല്ലത്. ദൈവത്തിന് മഹത്വം. അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യന. അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യന. അതിന്റെ രണ്ടാം അധ്യായത്തിന്റെ 2-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. മൈക്ക് കൂടെ വായിക്കേ. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? മോനെ, അത് ഓണാന്നോ? എന്നാ അമ്മാമ്മ ഓണാക്കാത്തതാ. ഓണാക്കി വരിക. അപ്പൊ അമ്മാമ്മ തന്നെ ഒന്ന് വായിച്ചേ. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? എവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ടേ. ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ടേ. അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു. അവന് നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യനാണ്. ഇത് വിവരമില്ലാത്തവരല്ല പറഞ്ഞത്, വിദ്വാൻമാരാ പറഞ്ഞത്. വട്ടനും പൊട്ടനും ചട്ടനും ഒന്നും അല്ല പറഞ്ഞത്, നല്ല അറിവുള്ള വിദ്വാൻമാരാ പറഞ്ഞത്. ഞങ്ങൾ അവന്റെ നക്ഷത്രം കണ്ടു. ആ നക്ഷത്രം കണ്ടപ്പോൾ മനസ്സിലായി അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യനാ. അതുകൊണ്ട് ഞങ്ങൾ അവനെ ആരാധിപ്പാൻ വന്നിരിക്കുക. യേശു ക്രിസ്തുവാണ് ആരാധനയ്ക്ക് യോഗ്യൻ. യേശു ക്രിസ്തു മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. ഇത് വന്ന് ഹെരോദാവിനോട് പറഞ്ഞപ്പോൾ ഹെരോദാവ് വിദ്വാൻമാര് പറഞ്ഞല്ലോ, രാജാവായിട്ട് ഒരുത്തം വരും, എന്നെ കൂടാതെ ഒരുത്തം ഭരിക്കും. പുള്ളിയുടെ ന്യൂട്രൽ, പുള്ളിക്ക് ഉടനെ അങ്ങ് ആരാധന കയറി. എനിക്ക് ഒന്ന് ആരാധിക്കണം. നിങ്ങൾ അറിഞ്ഞ സമയമെല്ലാം ടൈം കണ്ടേച്ച് വന്ന് എന്നോട് പറയണം, എനിക്കും ചെന്ന് അവനെ ഒന്ന് ചുമ്മാടാ. ഇപ്പം വെറുതെ വേല ഇറക്കിയതാ, അല്ലാതെ ആരാധിക്കാനൊന്നും. പക്ഷെ പറഞ്ഞു, എനിക്കും അവനെ ഒന്ന് ആരാധിച്ചാൽ കൊള്ളാന്ന്. ആ 7-8 വാക്യം വായിച്ചേ. വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ച്, ആ വിദ്വാൻമാരെ രഹസ്യമായിട്ട് വിളിച്ച് നക്ഷത്രം വെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു. നക്ഷത്രം തെളിവായ സമയം സൂക്ഷ്മമായിട്ട് ചോദിച്ചറിഞ്ഞു. അടുത്തത്, അവരെ ബേത്ലഹേമിലേക്ക് അയച്ചു. നിങ്ങൾ ചെന്ന് ശിശുവിനെ കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിച്ചു. നിങ്ങൾ ചെന്ന ശിശുവിനെ പറ്റി, നിങ്ങൾ പറഞ്ഞ ശിശുവിനെ പറ്റി സൂക്ഷ്മമായിട്ട് അന്വേഷിപ്പീൻ. കണ്ടെത്തിയാൽ ഞാനും ചെന്ന് അവനെ നമസ്കരിക്കാം. ഞാനും ഒന്ന് ആരാധിക്കാം. നിങ്ങൾ അമ്മാമി, നിങ്ങൾ ഇവിടെ ആരാധിക്കുന്നേ? ഞങ്ങള് പുളിക്കാമല്ലേ? എനിക്കും അങ്ങ് തോന്നുക നിങ്ങളുടെ കൂടെ ചുമ്മാതാ, ഇവള് വരാനൊന്നും അല്ല. തമ്പാരടി കേട്ടപ്പോ ഇളക്കം ഉണ്ടായതാ, അല്ല ദൈവത്തെ ആരാധിക്കാനൊന്നും അല്ല. നിങ്ങളിവിടെ അച്ഛൻ ആരാധിക്കുന്നത്? ഞങ്ങൾ 100 മാറി. നിങ്ങൾ പോകുമ്പോ ഞാൻ ഈ വാതൊക്കെ ഇരുന്ന് നോക്കും, എനിക്കും അങ്ങ് തോന്നുക നിങ്ങളുടെ കൂടെ ചുമ്മാതാ. അല്ല, അവരുടെ കാര്യം വിട്. ആരാധനയ്ക്കാന്ന് പറഞ്ഞ് ഞായറാഴ്ച വരുന്ന നീ ആരാധിക്കുന്നുണ്ടോ? നിനക്ക് ഹെരോദാവിന്റെ ആത്മാവല്ലേ? ബൈബിള് സിയോങ്കിതാവലി, NIV, KJV, സംഗീത രത്നാവലി, ആത്മീയ ഗാനാവലി, സിയോൻ പ്രയാണ ഗീതങ്ങൾ, ഇതെല്ലാം കൊണ്ടുവന്നേച്ച് വാറതാനിരിക്കും പോലെ ഇരിക്കുക. നിനക്ക് ഹെരോദാവിന്റെ ആത്മാവാ. ഇയാള് ചുമ്മാ പറഞ്ഞത് ആരാധിക്കുമെന്ന്. അങ്ങനെ പറയുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഇപ്പൊ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ എങ്ങനെ ചിന്തിച്ചാലും എനിക്ക് വിഷയമല്ല. ഇപ്പൊ ചില ഈ സംഗീത ട്രൂപ്പുകാരൻ കണ്ടേ, സഭയിൽ വന്നാൽ ഇവർ പലരും ആരാധിക്കത്തില്ല. ഈ മൈക്കും സെറ്റും ഈ ഇണ്ടിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ ഇവരെല്ലാം കൂടെ വെച്ച് നിന്നെ കൊല്ലും ഞാനും ഭാഗം ജീസസ് ജീസസ്. കറണ്ട് വന്നു പോയി, ഇതൊന്നുമില്ലെങ്കിൽ ഇവർ ആരാധിക്കത്തില്ല. കൈയടിക്കത്തുമില്ല, പാടുകയില്ല, പ്രാർത്ഥിക്കുകയില്ല, ആരാധിക്കുകയില്ല. എന്നിട്ട് പിന്നെ ആരാധന ഇപ്പൊ കണ്ടിട്ടുണ്ടോ? കല്യാണത്തിന് ചെല്ലുമ്പോൾ ഒരു പൊപ്പല്ലാത്ത ആരാധനയാണ്. ചുമ്മാ ഇടവേല ഇറക്കരുത്. കല്യാണത്തിന് സഭായത്തിന് ഞായറാഴ്ച വന്നാ നീ ആരാധിക്കാത്ത? കല്യാണത്തിന് വന്നവല്ല ആരാധിച്ചാട്ടെ. ഹിന്ദു കാണും, മുസ്ലിം കാണും, നിരീശ്വരം കാണും, നാനാജാതി മനസ്സര് വരുന്നത് ആ കല്യാണത്തിനും ശവടക്കിനും. അന്നേരം ആണ് ആരാധിപ്പിക്കുന്നത്.
അന്നേരം വന്ന് ആരാധിപ്പിക്കുന്നേ? എനിക്ക് മനസ്സിലാകുന്നില്ല. ആരാധനയ്ക്ക് നല്ല അവസരം നമ്മുടെ സഭാകളിലില്ലേ? ഇല്ലേ? ഇപ്പൊ ഇതിനകത്ത് ആരാധിക്കാം. ഇത് ഈ സഭാ ഹാളാ. കല്യാണം നടക്കുന്നതോ ഏതെങ്കിലും ഓഡിറ്റോറിയം അല്ലെ പാരീഷ് ഹാള്. കല്യാണത്തിന് വരുന്നത് പെന്തിക്കോസ്കാർ മാത്രമല്ലല്ലോ. ആണോ? അല്ല. അക്രൈസ്തവൻ വരും, ഹൈന്ദവ സ്നേഹിതൻ വരും, മുസ്ലിം സഹോദരങ്ങൾ വരും, നിരീശ്വരവാദി വരും, ബ്രദറൻ സഭക്കാർ വരും. അവർക്ക് അന്ന് അന്യഭാഷ കേൾക്കുന്നത് തന്നെ അന്നേരം ഉടനെ നീ അവിടെ നിന്ന് നമുക്ക് കരങ്ങൾ വീശി വീശി ദൈവത്തെ ഒന്ന് കൊടുത്ത് എന്നതാണ്. എവിടെ ആരാധിക്കണം, ആരെ ആരാധിക്കണം, എങ്ങനെ, യാതൊരു വെളിവില്ലാതെ നടക്കുന്നത്. ഹെരോദാവ് പറയുകയാ, അയ്യോ നിങ്ങൾ ആ കുഞ്ഞിനെ കണ്ട ആ സൂക്ഷ്മമായ സമയം വന്ന് എന്നോടൊന്ന് പറയണം. ഞാനാണ് ആരാധിക്കാതെ ഇങ്ങനെ മുട്ടി നിൽക്കുക. എനിക്ക് ആരാധിക്കാഞ്ഞിട്ട് ഒന്ന് പറയണേ നിങ്ങൾ, എനിക്കൊന്ന് വന്ന് വേണമെന്ന് ദൈവത്തെ. ഇവൻ ചുമ്മാ പറഞ്ഞതാ. ഇവൻ ആരാധിക്കാനുമല്ല, ദൈവത്തെ മഹത്വപ്പെടുത്താനുമല്ല. ഇവൻ കൊച്ചിനെ കൊല്ലാൻ സൂത്രം ഒപ്പിച്ചതാ. ഇവൻ കൊച്ചിനെ തട്ടിക്കളയാൻ തന്ത്രം മെനഞ്ഞതാ. പക്ഷെ അവൻ അറിയത്തില്ല അവിടുന്ന് ആരാണെന്ന്. അവൻ അറിയത്തില്ല അവിടുന്ന് ആരാണെന്ന്. അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യനാ. അവിടുന്ന് അനാദിയായി ശാശ്വതമായുമുള്ളവനാ. അവൻ അവിടുന്ന് തന്നിനാകുന്ന ഏകാധിപതിയാ. അവിടുന്ന് മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. അവിടുന്ന് മാത്രമാണ് സ്തുതികൾക്ക് യോഗ്യൻ. ഈ കാര്യോ മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഞാൻ ഇന്ന് 9 മണിക്ക് നിർത്താനാ ചിന്തിച്ചു വന്നത്. കാരണം നാളെ നമുക്ക് സഭായകം ഉണ്ടല്ലോ. അപ്പൊ ഇന്ന് അല്പം നേരത്തെ അങ്ങ് നിർത്തി. നാളെ വേണമെങ്കിൽ നമുക്കൊരു അല്പസമയം കൂടെ മുൻപോട്ട് പോയാൽ കുഴപ്പമില്ല. എന്നാ നിങ്ങളുടെ അഭിപ്രായം പറ. അതല്ലേ ഒരു നല്ല അഭിപ്രായം. നിങ്ങൾ എന്തേലും ഒരു അഭിപ്രായം പറ. ഒരു കാര്യം ചെയ്യേ, ഒരു 9:15 നിർത്തട്ടെ. നിങ്ങൾ എന്തേലും ഒരു അഭിപ്രായം പറ. അതോ ഇപ്പം നിർത്തണോ, 9:15 നിർത്തണോ? നിങ്ങൾ എന്തേലും ഒന്ന് പറ. 9:30യോ? അത്ര ഒന്നും വേണ്ട. നമുക്ക് ഒരു 9:15 നിർത്താം. അത് മതി. ഇന്ന് അത് മതി. നാളെ നിങ്ങൾ നേരത്തെ വാ. നമുക്ക് ഇച്ചിരി ഏറെ സമയം പാടുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും വചനം ധ്യാനിക്കുകയും ചെയ്യാം. ദൈവത്തിന് മഹത്വം. ഇന്ന് ഒരു 9:15 നമുക്കങ്ങ് പിരിയാം. കാരണം ഞായറാഴ്ച എല്ലാവർക്കും കൂട്ടായ്മയുള്ളതാണ്. അപ്പം പല കാര്യങ്ങളുണ്ടല്ലോ. അപ്പം അത് തന്നെയല്ല, വൈകിട്ട് ചെന്ന് ഡ്രസ്സ് തേക്കേണ്ടവരുണ്ട്. ബൈബിളും വായിക്കത്തില്ല എങ്കിലും അത് എടുത്തു വെക്കേണ്ടതുണ്ട്. പാട്ടുപുസ്തകം അകാരാദിയൊന്നുമില്ല, എന്നാലും അത് തല്ലിപ്പൊത്തി. അകാരാദിയൊന്നുമില്ലെന്ന് എനിക്കറിയാം. ഇരിപ്പ് കാണുമ്പോൾ അറിയാം. അകാരാദിയും കാണുകയല്ല, ഒരു ഗാദി. അപ്പം എന്നാലും അതെല്ലാം ഒന്ന് എടുത്തു വെച്ചേ. സ്വോത്രകാഴ്ച കിട്ടുന്ന സഭയാണെങ്കിൽ അതുമൊക്കെ എടുത്ത് സൂക്ഷിച്ച പല കാര്യങ്ങളുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ഒരു 9:15 നമുക്ക് ഇന്ന് അങ്ങ് നിർത്താം. ദൈവം അനുവദിച്ചാൽ നാളെ നമുക്ക് ഇച്ചിരിയേറെ സമയം കർത്താവ് കരുണ ചെയ്യുകയാണെങ്കിൽ ഒന്നിച്ചു കൂടി ദൈവത്തെ ആരാധിക്കും. അപ്പോൾ മറിയ ഈ കാര്യമെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. എന്ത് കാര്യം? ഒന്ന്, അവൻ ഗബ്രിയേൽ മാലാഖ വന്ന് പറഞ്ഞു അവൻ രക്ഷകനാണ്. അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു. 2, ആട്ടിടയന്മാര് വന്ന് പറഞ്ഞു ഈ ഇരിക്കുന്നവൻ മഹാ സന്തോഷം തരുന്നവനാ. അതും ഹൃദയത്തിൽ സംഗ്രഹിച്ചു. വിദ്വാൻമാര് വന്ന് പറഞ്ഞ കാര്യമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ഈ ഇരിക്കുന്ന അവിടുന്ന് രാജാതിരാജാവാ. 2, ഈ ശിശു സാധാരണ ശിശുവല്ല, അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യനായവനാ. ഞങ്ങൾ അവനെ ആരാധിപ്പാൻ കടന്നു വന്നിരിക്കുക. ഇന്ന് രാത്രി ആരെ ആരാധിക്കണം?
യേശുവിനെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്? മനുഷ്യനെ, മൃഗത്തെ, പക്ഷിയെ, പൂച്ചയെ, പാറ്റയെ, പല്ലി, കോഴി, കൊക്കും ഒന്നിനെ ആരാധിക്കരുത്. ഈ പ്രകൃതിയെ ആരാധിക്കരുത്. ചരാചരങ്ങളെ ആരാധിക്കരുത്. സൂര്യനെ ആരാധിക്കരുത്. ചന്ദ്രനെ ആരാധിക്കരുത്. നക്ഷത്രത്തെ ആരാധിക്കരുത്. മനുഷ്യനെ ആരാധിക്കരുത്. ആണിനെ ആരാധിക്കരുത്. പെണ്ണിനെ ആരാധിക്കരുത്. സ്തംഭമുണ്ടാക്കരുത്. ധൂപമുണ്ടാക്കരുത്. ഒരു ബിംബമുണ്ടാക്കരുത്. ഒരു വിഗ്രഹത്തെയും ആരാധിക്കരുത് എന്നീ പുസ്തകം പഠിപ്പിക്കുന്നു. പിന്നെ ആരെ ആരാധിക്കണം? സർവജ്ഞനായ ദൈവത്തെ ആരാധിക്കണം. ആരാധനയ്ക്ക് യോഗ്യൻ യേശുവാണ്. ആരാധനയ്ക്ക് യോഗ്യൻ യേശുവാണ്. കരമുയർത്തി ദൈവത്തെ സ്തുതിക്ക്. ബാക്കി ഭാഗം നമുക്ക് നാളെ ചിന്തിക്കാം. ആ ഒരു പഴയ പാട്ട് നമ്മളൊക്കെ, അത് ചാക്കോ സാറ്, പരുത്തുംപാറയിലെ ചാക്കോ സാർ എഴുതിയ പാട്ട്. അദ്ദേഹം കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് ഈ ലോകം വിട്ട് യാത്രയായി. അദ്ദേഹത്തിന് ശവസംസ്കാര ശുശ്രൂഷകൾ ഞാനും ശിവപാസ്റ്ററും ഒക്കെ പോയി. ആ മാന്യനായ മൺമറഞ്ഞ കർത്തദാസൻ ചാക്കോ സാർ എഴുതിയ പാട്ട് എല്ലാവരോടും ചേർന്ന് കൈയടിച്ച് പാടി ഇന്ന് രാത്രി നമുക്ക് പിരിയാം. കർത്താവ് അനുവദിച്ചാൽ നാളെ രാത്രി നമുക്ക് ഒന്നിച്ചു കൂടി ശേഷമുള്ള ഭാഗം അടുക്കടുക്കായിട്ട് ധ്യാനിക്കാം. കരമുയർത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യൻ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആഴിയും മൂടിയും നിർമ്മിച്ച നാഥനെ, ആഴിയും മൂടിയും നിർമ്മിച്ച നാഥനെ, ഓ ആത്മാവിലാരാധിക്കാം. നിത്യം ഓ ആരാധനയ്ക്കു നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ഓ ആരാധന കൈയടിച്ച് ആരാധിച്ചിടുന്നിതാ. ഓ വാഗ്ദത്തം പോലെ നിന്റെ സന്നിധാനേ നിന്മക്കൾ കൂടിടുമ്പോ. ഓ വാഗ്ദത്തം പോലെ നിന്റെ സന്നിധാനേ കൈയടിച്ച് നിന്മക്കൾ കൂടിടുമ്പോ. മധ്യവർത്താനുഗ്രഹം ചെയ്തിടാമെന്നു ചെയ്തിടാമെന്നു ചെയ്തവൻ നീ മാത്രമേ. ആരാധിച്ചിടുന്നിതാ.
കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പാടാം. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുവദിച്ചാൽ നാളെ അല്പനേരത്തെ, ഞായറാഴ്ച ആയതുകൊണ്ട് മറ്റ് ജോലിയും തിരക്കും ഇല്ലല്ലോ, ഇച്ചിരി നേരത്തെ കൂടി പാട്ടുകളുമൊക്കെ പാടി ആരാധിച്ച് നാളെ വൈകിട്ട് അല്പയേറെ സമയം വചനം ധ്യാനിപ്പാൻ ദൈവം കൃപ നൽകട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.